ഇപ്പോൾ ശ്രീ സി രാധാകൃഷ്ണൻ കൂടി ടെലിഫോണിലായിരുന്നു. ശ്രീ സി രാധാകൃഷ്ണൻ, സാനുമാഷ് വിട പറഞ്ഞിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഓർക്കുന്നത് സാനുമാഷിനെ? ഏറ്റവും ദുർബലമായ ശരീരവും ഏറ്റവും ശക്തമായ മനസ്സുമുള്ള ഒരു ദാർശനികൻ, ഗുരുനാഥൻ എന്ന നിലയ്ക്കാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിലേറെയൊക്കെ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച എത്രയോ ആളുകൾ കേരളത്തിലുണ്ട് എന്ന് കൂടി എനിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാ കാലത്തേക്കുമുള്ള ഗുരുനാഥൻ എന്ന അർത്ഥത്തിൽ വേണം നോക്കിക്കാണാൻ. അദ്ദേഹം മലയാളത്തെ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വാസ്തവത്തിൽ കണക്കില്ല. ലാളിത്യം പഠിപ്പിച്ചു, അവഗാഹം പഠിപ്പിച്ചു, കാവ്യാനുശീലനം പഠിപ്പിച്ചു, സ്വഭാവ മഹിമ പഠിപ്പിച്ചു, സമബോധം പഠിപ്പിച്ചു. അങ്ങനെ സാഹിത്യത്തെ നേർവഴിക്ക് കൊണ്ടുപോകാൻ, സംസ്കാരത്തെ പിടിച്ചു നേർവഴിക്ക് നിർത്താനുള്ള മഹാപ്രയത്നം നടത്തിയ ഒരാൾ ആണ് അദ്ദേഹം. അങ്ങനെ പലരും ഉണ്ടായിട്ടുണ്ട് നമുക്ക്. അവരുടെ കൂട്ടത്തില് അഗ്രഗണ്യൻ എന്ന് പറയാവുന്ന ഒരാളും അങ്ങനെ പ്രവർത്തിച്ചവരെ കുറിച്ച് ജീവചരിത്ര കുറിപ്പുകൾ എഴുതി അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കൂടി ചൂണ്ടിക്കാണിച്ച ഒരു വഴികാട്ടിയും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ എത്രമാത്രം പുകഴ്ത്തി പറഞ്ഞാലും മതിയാവില്ല. അതിപ്പോ നഷ്ടം വന്നു എന്നുള്ളത് കൊണ്ടല്ല, ജീവിച്ചിരുന്ന കാലത്തും ഞങ്ങളൊക്കെ പറയാറുള്ളതാണ്. അദ്ദേഹത്തെ പോലെ വാത്സല്യമുള്ള ഒരു ഗുരു, താൻ ക്ലാസ്സിൽ പഠിപ്പിക്കാത്തവരോട് പോലും വാത്സല്യമുള്ള ഒരു ഗുരു, എത്ര കാലം കഴിഞ്ഞാലും ക്ലാസ്സിൽ ഒരിക്കൽ കണ്ട ഒരു കുട്ടിയുടെ മുഖം കാണുമ്പോൾ പേര് പറഞ്ഞ് ഓർമ്മ പുതുക്കിക്കൊണ്ട് പെരുമാറാനുള്ള ഒരു കഴിവ് എത്രയായിരം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ആരായാലും ശരി, ആ എന്താ സുശീലേ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ, ആ എന്താ നാരായണ എന്ന് ചോദിക്കുന്ന അവസ്ഥ, ഇത് അദ്ദേഹത്തിന് മാത്രം കൈമുതലായുള്ള ഒരു ശിഷ്യ വാത്സല്യ സമീപനം ആയിരുന്നു. ഇതാണ് അദ്ദേഹത്തെ ആളുകൾക്ക് പ്രിയങ്കരനാക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറയാൻ മറ്റുള്ളവർക്ക് അധികം പേർക്ക് കഴിയാറില്ല. തന്നെയല്ല, നമ്മുടെ ഗുരുനാഥന്മാരില്, മുൻപേ പോയ ഗുരുനാഥന്മാരില് നാരായണ ഗുരുസ്വാമികൾ അടക്കം എന്താണ് നമുക്ക് പഠിക്കാൻ അവരിലുള്ളത് എന്നും എത്രമാത്രമാണ് എന്നും ഏതൊക്കെ രീതിയിലാണ് എന്നൊക്കെ അദ്ദേഹം നമുക്ക് കൃത്യമായി പറഞ്ഞു തരികയും ജീവിതത്തിൽ കുറിപ്പുകളായി രേഖപ്പെടുത്തി നമുക്ക് എന്നേക്കുമായി നമ്മുടെ കുട്ടികൾക്ക് പോലും പഠിക്കാനുള്ള സൗകര്യത്തിന് വിട്ടുതരികയുമാണ് ചെയ്തിരിക്കുന്നത്. ഒരാള് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ കൃതജ്ഞത എന്ന് പറയുന്നത് ചെയ്തതിനെ കുറിച്ച് ഓർക്കുക എന്നുള്ളതാണല്ലോ. കൃതം എന്താണോ അതിനെക്കുറിച്ച് അവബോധം ഉണ്ടായിരിക്കുക. മറ്റൊരാൾക്കും ചെയ്യാൻ കഴിയാത്തത് ചെയ്തിട്ട് പോയ മഹാത്മാക്കളാണല്ലോ മഹാഗുരുനാഥന്മാര്. അവര് വലിയ നേതാക്കന്മാരാവണമെന്നില്ല, മഹാപണ്ഡിതരായി വലിയ പട്ടങ്ങൾ കൈപ്പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഇടയിലൊക്കെ കൂടെ നടന്നു പോകുന്ന ഒരു പഴയ ഗുരുനാഥൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്ന കേരള സാംസ്കാരിക മണ്ഡലത്തിലുണ്ടായിരുന്ന പ്രാഗൽഭ്യം നമുക്ക് ഒരിക്കലും മറന്നു പോകാനിടയും ഇല്ലാത്ത, എന്നുമെന്ന് ഓർത്ത് സങ്കടപ്പെടേണ്ട ഒരു കാര്യമായിട്ട് തന്നെ വന്നിട്ടിരുന്നു. വളരെ നന്ദി ശ്രീ സി രാധാകൃഷ്ണൻ.